അതായത് ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ ഇത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പം ചില കേസുകളിൽ ലക്ഷണങ്ങൾ വളരെ വേഗത്തിൽ കാണിക്കൂ. അതായത് ലക്ഷണങ്ങൾ രണ്ട് രീതിയിലുണ്ട്. ക്ഷതം സംഭവിച്ച കേസുകളാണെങ്കിൽ വളരെ സാവകാശമായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അല്ലാത്ത കേസുകൾ വളരെ നേരത്തെ തന്നെ കാണിച്ചു തുടങ്ങും. ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആളുകൾ, ഒരു 2-3 മണിക്കൂറൊക്കെ ഒരേ കണക്കിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ലക്ഷണങ്ങൾ നേരത്തെ തന്നെ കാണിക്കും. രണ്ടാമത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. ഇന്നിപ്പം വെയിലിലൂടെയാണല്ലോ വൈറ്റമിൻ ഡി കിട്ടുന്നത്. ഒന്ന് വെയിൽ കൊള്ളുന്നില്ല, രണ്ടാമത് AC ആണ്. ഒരല്പം പോലും ചൂട് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ AC ചോദിച്ചത്, AC ഉണ്ടോയെന്ന് അന്വേഷിച്ചത്. ഞാൻ AC ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷെ ആ വെയിലൊക്കെ ഇത് വന്നപ്പോൾ എനിക്കൊരു ഡിസ്റ്റർബൻസ് തോന്നിയിട്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെ സ്ഥിരമായി AC ഉപയോഗവും വെയിൽ കൊള്ളാത്ത ഒരു ശരീരപ്രകൃതവും ഒക്കെ വെച്ചുകൊണ്ട് ശരിക്കും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഇതും സ്പോണ്ടിലൈറ്റിസിന് ഒരു പ്രധാന കാരണമാണ് എന്നുള്ളതാണ്. കഴുത്തുവേദന കഠിനമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നുണ്ട്.